നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസ്തി, സ്തഹ, സന്തി എന്ന ക്രിയാപദത്തിൻ്റെ രൂപങ്ങൾ കണ്ടു. ക്രിയാപദ രൂപങ്ങൾ. ഇന്ന് അതേ ക്രിയയുടെ തന്നെ വേറെ രൂപങ്ങൾ. അസി, സ്തഹ, സ്ഥ, അസ്മി, സ്വഹ, സ്മഹ. എപ്പോഴാണ് ഇത് വരിക? ത്വം, നീ. നീ വരുമ്പോൾ ത്വം അസി എന്ന് വരും. ഇപ്പം ബാലഹ അസ്തി, ബാലൻ ഉണ്ട്. അതേപോലെ നീ ഉണ്ട് എന്ന് പറയാൻ ത്വം അസി എന്ന് പറയും നമ്മൾ. ഇനി നിങ്ങൾ രണ്ടുപേര്, ഇപ്പം രണ്ടുപേരായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ലവനും കുശനും കൂടി ചേർന്ന് വരികയാണ്, രാമൻ്റെ പുത്രന്മാർ. അപ്പം രണ്ടുപേരാണല്ലോ. അപ്പോൾ യുവാം സ്തഹ, ഇവിടെ രണ്ട് ഇട്ടിട്ടുണ്ട് ബ്രാക്കറ്റിൽ, ഒന്ന്. ഇത് രണ്ടിൽ കൂടുതലാണെങ്കിൽ യൂയം, നിങ്ങൾ എല്ലാവരും. അപ്പോൾ യൂയം സ്ഥ എന്ന് വരും, നിങ്ങൾ എല്ലാവരും ഉണ്ട്. ഇനി ഞാൻ എന്ന് വരികയാണെങ്കിലോ അഹം, ഇവിടെ ഒന്നൊന്ന് ഇട്ടിട്ടുണ്ട്, അഹം അസ്മി, ഞാൻ ഉണ്ട്. ഈ ഞാൻ എൻ്റെ കൂടെ രണ്ടുപേരുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും. അപ്പോൾ ആവാം, ഇവിടെ രണ്ട് ഇട്ടിട്ടുണ്ട്, ആവാം സ്വഹ, നമ്മൾ രണ്ടുപേര് ഉണ്ട്. ഇപ്പം ലവകുശന്മാർ പരിചയപ്പെടുത്താണ്, ഞങ്ങൾ രണ്ടുപേര് ഉണ്ട് എന്ന് പറയുന്നു. നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ രണ്ടുപേരുണ്ടെന്ന് പറയുന്നു. ഞാനായിട്ട് പറയുമ്പോൾ നമ്മൾ രണ്ടുപേര് ഉണ്ട്, ആവാം സ്വഹ. നമ്മളെല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ വയം സ്മഹ. ഇപ്പം ആരെങ്കിലും ദുഃഖം വരുമ്പോൾ നമ്മൾ പറയുമല്ലോ, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, ഞങ്ങളെല്ലാവരും ഇല്ലേ. അപ്പോൾ വയം സ്മഹ, നമ്മൾ ഉണ്ട്. വയം, നമ്മൾ എല്ലാവരും ഉണ്ട്. ഇവിടെ ഗ്രേറ്റർ ദാൻ, രണ്ടിന് കൂടുതലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ ചിഹ്നം. ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമല്ലോ. അപ്പോൾ രണ്ടിന് കൂടുതലാണെങ്കിൽ വയം സ്മഹ. ഇനി ഇതിൻ്റെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ നേരത്തെ ദേവന്മാരുടെ ഒരു മീറ്റിംഗ് കണ്ടു അല്ലേ. ഇത് ഭൂലോകത്തിൽ വെച്ച് പല ആൾക്കാരുടെ മീറ്റിംഗ് ആണ്. അപ്പോൾ പലരും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. ഗായകഹ, പാട്ടുകാർ പുല്ലിംഗാണ്. ഗായകഹ, എത്ര പേര്? 2 പേര്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, ഈ ബ്രാക്കറ്റിന് മലയാളത്തിൽ എന്താ പറയുന്നത്? കോഷ്ടത്തിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് തന്നെയാണ് പറയുന്നത്. ബ്രാക്കറ്റിനുള്ളിൽ 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ഗായകന്മാരാണ്. അധ്യാപക, എത്ര പേര്? 10. കുംഭകാരഹ, കുംഭം ചെയ്യുന്ന ആൾ 2. നടന്മാർ 15. പാചകന്മാർ 2. നർത്തകഹ, നർത്തകന്മാർ 3. സേവകന്മാർ 30. എല്ലാവർക്കും സേവനം ചെയ്യണമല്ലോ അല്ലേ. ഇത്രയും പേര് വരുമ്പോൾ സേവനം ചെയ്യുന്ന ആൾക്കാർ, വോളണ്ടിയേഴ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ സേവകഹ 30. ഗൃഹസ്ഥൻ ഒരാളെ വന്നിട്ടുള്ളൂ, കാരണം ഒരുപാട് ചുമതലകളുണ്ട്. അതുകൊണ്ട് പ്രാരാബ്ദം എന്ന് പറയില്ലോ നമ്മൾ, അതുകൊണ്ട് ഗൃഹസ്ഥൻ 1 ഉള്ളൂ. ശാസ്ത്രജ്ഞൻ, സയൻറ്റിസ്റ്റുമാർ, അവരും വലിയ ബിസിയാണല്ലോ, ലാബറട്ടറിയിൽ ഇങ്ങനെ ഗവേഷണങ്ങൾ അതിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർ 2 പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഇനി ദേവൻ ഒന്നല്ലേ ഉള്ളൂ അല്ലേ. എല്ലാ മതപ്രകാരം ദേവൻ ഒന്നല്ലേ ഉള്ളൂ, ഈശ്വരൻ 1. അപ്പോൾ ദേവൻ 1. ഇപ്പം ദേവൻ വന്നിട്ട് അത്ഭുതപ്പെടുകയാണ് ഇവരെയൊക്കെ കണ്ടിട്ട്. ബാലഹ, കുട്ടികൾ വേണമല്ലോ, ഇവരുടെ എല്ലാവരുടെയും കുട്ടികൾ വരുമല്ലോ. അപ്പോൾ ഇവരുടെ എല്ലാവരും കുട്ടികൾ ചേർത്തിട്ട് എത്ര കുട്ടികൾ? 30 കുട്ടികളുണ്ട്. വിദൂഷകഹ, വിദൂഷകൻ ഒരു വിഷയത്തിനെ, ഈ ഡ്രാമയിലൊക്കെ വിദൂഷകന്മാരുണ്ടാവും. അവർ വിഷയത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്യും, പക്ഷെ ഹാസ്യപ്രധാനമാണ്, നല്ല തമാശയൊക്കെ പറയും. അപ്പോൾ വിദൂഷകന്മാർ 3 പേരുണ്ട്. ഗായകന്മാർ കണ്ടു, ഗായികമാർ 1 ഉള്ളൂ. അധ്യാപികമാർ 3 പേരുണ്ട്. സേവികമാർ 2 പേരേ ഉള്ളൂ. സേവകന്മാർ ഒരുപാട് പേരുണ്ട്. സേവികമാർക്ക് വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ, അതുകൊണ്ട് അവർ 2 പേരേ ഉള്ളൂ. ബാല, പെൺകുട്ടികൾ 10 പേരുണ്ട്. പിന്നെ ഒരു പേരുള്ള ഒരു സ്ത്രീ, മാല, ഒരാൾ. അപ്പം ഇനി എല്ലാവരും നമ്മൾ പരിചയപ്പെടുത്താണ്. അപ്പം ഈ പരിചയപ്പെടുത്തുന്ന ആള് പരിചയപ്പെടുത്തുമ്പോൾ നീ എന്നാണല്ലോ പറയുന്നത്. നീ, അല്ലെങ്കിൽ നിങ്ങൾ 2 പേർ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും. ഇപ്പൊ ഗായകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ ഗായകന്മാർ എത്ര പേരാണ്? 2 പേര്. അപ്പൊ ഗായകഹ ശബ്ദത്തിന്റെ ദ്വിവചനം എന്താണ്? ഗായകൗ. ഗായകഹ, ഗായകൗ. അപ്പൊ നിങ്ങൾ 2 പേര് ഗായകന്മാരാണ് എന്നെങ്ങനെ പറയും? നിങ്ങൾ 2 പേര് യുവാം ഗായകൗ, ദ്വിവചനം. യുവാം ഗായകൗ സ്തഹ, നിങ്ങൾ 2 പേര് ഗായകന്മാർ ആണ്. ഇനി അധ്യാപകന്മാർ എത്രയുണ്ട്?
10 പേരാണ്. അപ്പോൾ 10 പേര്, അപ്പം 2 കൂടുതലാണുകൊണ്ട് ബഹുവചനം. അപ്പം നിങ്ങൾ എല്ലാവരും. യൂയം അധ്യാപക ശബ്ദത്തിന്റെ ബഹുവചനം അധ്യാപകാഹ. യൂയം അധ്യാപകാഹ സ്ത. നിങ്ങൾ എല്ലാവരും അധ്യാപകന്മാർ ആണ്. ഇനി അടുത്തത് കുംഭകാരന്മാരെ പരിചയപ്പെടുത്താണ്. 2 പേരേ ഉള്ളൂ. അപ്പൊ കുംഭകാരഹ ശബ്ദത്തിന്റെ ദ്വിവചനം കുംഭകാരൗ. അപ്പൊ നിങ്ങൾ 2 പേര് കുംഭകാരന്മാർ. അപ്പോ യുവാം കുംഭകാരൗ സ്തഹ. നടഹ 15 പേരുണ്ട്. അപ്പൊ എങ്ങനെ പറയും? നടാഹ, ഇതിന്റെ ബഹുവചനം നടാഹ. നിങ്ങൾ യൂയം നടാഹ സ്ത. നിങ്ങൾ എല്ലാവരും നടന്മാര്. പാചകഹ 2 പേരേ ഉള്ളൂ. അപ്പോ യുവാം പാചകൗ സ്തഹ. നർത്തകഹ 3 പേര്. അപ്പോ യൂയം നർത്തകാഹ സ്ത. സേവകന്മാർ 30 പേര്. അപ്പോ യൂയം സേവകാഹ സ്ത. ഗൃഹസ്ഥൻ 1 ഉള്ളൂ. അപ്പോ ത്വം ഗൃഹസ്ഥഃ അസി. ഇനി ശാസ്ത്രജ്ഞഃ 2 പേര്. അപ്പോൾ യുവാം ശാസ്ത്രജ്ഞൗ. ശാസ്ത്രജ്ഞൗ സ്തഹ. ദേവൻ എന്ത് പറയും? 1 ഉള്ളൂ. അപ്പോൾ ത്വം ദേവഃ അസി. ബാലഃ 30 പേര്. അപ്പോൾ യൂയം ബാലാഹ സ്ത. വിദൂഷകഃ 3 പേര്. അപ്പോൾ യൂയം വിദൂഷകാഹ സ്ത. ഇനി ഗായിക ആകാരാന്ത സ്ത്രീലിംഗ 1 ഉള്ളൂ. അപ്പോൾ ത്വം ഗായിക അസി. അധ്യാപിക 3 പേര്. അധ്യാപിക ശബ്ദത്തിന്റെ ബഹുവചനം അധ്യാപികാഹ. അപ്പോൾ യൂയം അധ്യാപികാഹ സ്ത. സേവിക 2 പേരാണ്. അപ്പോൾ യുവാം സേവി. ആകാരാന്ത ശബ്ദത്തിന്റെ ദ്വിവചനം സേവികേ. സേവികേ. പുല്ലിംഗമാണെങ്കിൽ ഗായകൗ. ഗായകൗ ഗായകഃ ഗായകൗ ഗായകാഹ. ആകാരാന്ത സ്ത്രീലിംഗമാണെങ്കിൽ മാല മാലേ മാലാഹ. അധ്യാപിക അധ്യാപികേ അധ്യാപികാഹ. സേവിക സേവികേ സേവികാഹ. അപ്പോൾ യുവാം സേവികേ സ്തഹ. ബാലന്മാർ 10 പേര്. ബാലാ പെൺകുട്ടികൾ. യൂയം ബാലാഹ സ്ത. മാല 1 ഉള്ളൂ. അപ്പോൾ ത്വം മാല അസി. സിമ്പിൾ അല്ലേ? ഇനി പരിചയപ്പെട്ടു എല്ലാവരും. ഇനി ഓരോരുത്തരും വന്ന് പ്രഭാഷണം ചെയ്യണം. അപ്പോൾ പ്രഭാഷണം ചെയ്യുമ്പോൾ എന്താ പറയുക? ഞാൻ ഇന്ന ആളാണ് എന്ന് പറയും അല്ലേ? അപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മൾ 2 പേര് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഗായകൻ വരികയാണ്. ഗായകന്മാർ 2 പേര് വരികയാണ്. അപ്പോൾ ഗായകന്മാർ എന്ത് പറയും? ഞങ്ങൾ 2 പേര്. ആവാം ഗായകൗ 2 പേര്. ഗായകൗ സ്വഹ. അവിടെ മാഞ്ഞു പോയി. സ്വഹ. ആവാം ഗായകൗ സ്വഹ. അധ്യാപക 10 പേരും വരുന്നു സ്റ്റേജിൽ. അവരുടെ ഒരു പരിപാടി അവതരിപ്പിക്കുകയാണ്. അപ്പം എന്ത് പറയും? വയം ഞങ്ങൾ. വയം അധ്യാപകാഹ സ്മഹ. കുംഭകാരന്മാർ 2 പേര്. അപ്പോൾ ആവാം ഞങ്ങൾ 2 പേർ. ആവാം കുംഭകാരൗ സ്വഹ. അതേപോലെ ഇനി നമുക്ക് നോക്കാം. നടഹ ബഹുവചനമാണ്. അപ്പോൾ വയം നടാഹ സ്മഹ. പാചകഃ 2 പേര്. ആവാം നമ്മൾ 2 പേര്. ഞങ്ങൾ 2 പേര്. പാചകൗ സ്വഹ. നർത്തകഃ 3 പേര്. അപ്പോൾ വയം ഞങ്ങൾ എല്ലാവരും. നർത്തകാഹ സ്മഹ. സേവകഃ വയം സേവകാഹ സ്മഹ. ഗൃഹസ്ഥൻ 1 ഉള്ളൂ. അപ്പോൾ എന്ത് പറയും? അഹം ഞാൻ. അഹം ഗൃഹസ്ഥഃ അസ്മി. അഹം ഗൃഹസ്ഥഃ അസ്മി. അഹം ബിന്ദു അസ്മി. അഹം ഗീത അസ്മി. അഹം ശ്രീദേവി അസ്മി. ഞാൻ ഇതാണ്. ശാസ്ത്രജ്ഞഃ 2 പേരുണ്ട്. അപ്പം ആവാം ശാസ്ത്രജ്ഞൗ സ്വഹ. ഞാൻ ദേവഃ 1 ഉള്ളൂ. അപ്പം അഹം ദേവഃ അസ്മി. ഞാൻ ദേവനാണ്. ബാലഃ 30 പേര്. അപ്പോൾ വയം ബാലാഹ സ്മഹ.
വിദൂഷകഃ 3 പേര്. അപ്പോൾ വയം വിദൂഷകാഹ സ്മഃ. ഗായിക ഒന്നേ ഉള്ളൂ. അപ്പോൾ അഹം ഗായിക അസ്മി. അധ്യാപിക 3 പേര്. അപ്പോൾ വയം അധ്യാപിക, ശബ്ദത്തിന്റെ ബഹുവചനം അധ്യാപികാഹ. വയം അധ്യാപികാഹ സ്മഃ. സേവിക 2 പേര്. ആകാരാന്ത സ്ത്രീലിംഗത്തിന്റെ ദ്വിവചനം സേവികേ. അപ്പോൾ ആവാം നമ്മൾ 2 പേര്. സേവികേ സ്വഹ. ബാല 10 പേര്. അപ്പോൾ വയം ബാലാഹ സ്മഃ. ലാസ്റ്റ് മാല ഒന്നേ ഉള്ളൂ. അപ്പോൾ അഹം മാല അസ്മി. അഹം മാല അസ്മി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ധാതുവിൻ്റെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഈ ഒരു ക്രിയാപദം, അതിൻ്റെ നമ്മൾ എല്ലാ രൂപങ്ങളും കണ്ടു. ഇത് വർത്തമാന കാലത്തിലുള്ള രൂപങ്ങളാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ